ഇപ്പൊ 25 വർഷമാണ് മുൻഷിയുടെ. 2000 സെപ്റ്റംബർ 10 തുടങ്ങി. 2025 സെപ്റ്റംബർ 10 ഇനി ദിവസങ്ങളേ ഉള്ളൂ. 25 വർഷമാണ്. ഒരു ദിവസം പോലും മുടങ്ങിയിട്ടില്ല. നാടകത്തിൽ അഭിനയിക്കുമ്പോൾ ഒരു കഥാപാത്രത്തിന്റെ ഒരു ഗ്രോത്ത് കൃത്യമായിട്ട് നമുക്ക് കണ്ടിന്യൂസ് അതിന്റെ നൈരന്തര്യം നമുക്ക് കിട്ടും. അതിലൂടെ നമുക്ക് വളർന്ന കഥാപാത്രത്തിന്റെ ഒരു എൻഡിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. അവഗണനകളിൽ നിന്ന് നമ്മളെ പരിഗണിക്കുന്ന സ്ഥലത്തേക്ക് എത്തുക, സങ്കടങ്ങളിൽ നിന്ന് സന്തോഷങ്ങളിലേക്ക് എത്തുക, അതിന് നമ്മൾ ശ്രമിച്ചാൽ പറ്റും. അതിനുള്ള എല്ലാ സ്പേസും നമുക്ക് ഇവിടെ ഈ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പം സിനിമയിലേക്ക് വരുമ്പോൾ ആദ്യത്തെ സിനിമ വിനയൻ സാറിന്റെ കൂടെയാണ് അല്ലേ? സാർ ഒരു തന്നെ വിളിക്കുന്നത് രജിത്തെ എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ ഞാൻ വിനയനെ നടിച്ചിട്ടുണ്ട്, ഡയറക്ടർ വിനയൻ നടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫോണിൽ സാർ പറയുന്നത് സാർ ഞാൻ കുഞ്ഞു പോയി ഫോണിലൂടെ തന്നെ, അത്രയ്ക്ക് വിനയമായി. സാറിന്റെ പേര് വിനയനും ഞാൻ വിനയവും. നമ്മുടെ മഹാൻ നടൻ മമ്മൂട്ടി സാർ പോലും കണ്ടിട്ട് മറ്റു പലരോടും പറയുകയൊക്കെ ചെയ്ത ഒരു അനുഭവം എന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ വിന്നർ ജിൻഡോ ഒരു പക്ഷേ അയാളായിരുന്നതിന് സൂപ്പർ. പക്ഷെ മറ്റുള്ളവരൊക്കെ ഉള്ളത് കൊണ്ട് അവരുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് അവരുടെ ഒപ്പം നിൽക്കാൻ യോഗ്യതയുണ്ടോ എന്ന് സംശയം തോന്നിയിട്ടുണ്ട്. അച്ഛന് വണ്ടി ഇടിച്ച് മരിക്കണമെന്ന് പ്രാർത്ഥിച്ചു. അതാണ് ഞാനതെങ്ങനെ ചോദിക്കുമെന്ന് ഓർത്താണ് ഞാൻ മിണ്ടായിരുന്നത്. ഞാൻ കണ്ണ് നിറയിപ്പിച്ചോ എന്നൊരു വിഷമം മാത്രമേ എനിക്ക് അതിനകത്തുള്ളൂ. അതെ. ഈ മുൻഷി എന്ന് പറയുന്ന ഒരു പരിപാടി ഒരുപാട് വർഷക്കാലം ജനപ്രീതി നേടുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ എത്ര നാള് പോയി എന്നല്ല അല്ലേ, ജനപ്രീതി നേടിയ. അപ്പം ആ ഒരു സമയത്ത് എങ്ങനെയാണ് ഈ ഒരു സമകാലീനത്തെ നമ്മൾ ഹാസ്യ രൂപത്തിലാക്കി, അല്ലെങ്കിൽ പരിഹാസം അല്ലെ എന്ന് പറയാവുന്ന രീതിയിലൊക്കെ, അതെ, ആക്ഷേപഹാസ്യമാക്കി വിടാം എന്ന് തീരുമാനിക്കുന്നു. അപ്പം എങ്ങനെയായിരുന്നു അതിന്റെ ഒരു തുടക്കവും? ഇത് ഈ അനിൽ ബാനർജി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു ചിന്തയിൽ, അയാൾ ഫൈനാൻസ് കോളേജ് പഠിച്ചാണ് തിരുവനന്തപുരം. എന്നിട്ട് സ്വന്തമായിട്ട് 1-2 ആ കാലങ്ങളിൽ ദൂരദർശനിൽ ഇപ്പൊ 3 എപ്പിസോഡ് സീരിയലുകളൊക്കെയാണ്. അത്രേ ഉള്ളൂ, മെഗാ സീരിയലുകൾ വന്നില്ല. ആ സമയത്തൊക്കെ സീരിയലുകളും ഷോർട്ട് ഫിലിമും ഒക്കെ ചെയ്തിട്ട് സ്റ്റേറ്റ് അവാർഡ് വരെ കിട്ടിയിട്ടുള്ള ആളാണ്. നല്ല സെൻസ് ഉള്ള ഒരാളാണ്. അപ്പൊ അയാളുടെ ഒരു ആശയമാണ് ഈ മുൻഷി. അത് പല രൂപത്തിലാണ്. ആദ്യം ഇപ്പൊ കാണുന്ന 3 മിനിറ്റും ഡിസ്റ്റോർട്ട് ഫിഷ് ഐ ലൈൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുഖം ഡിസ്റ്റോർട്ട് ആയിട്ട് വരുന്ന രൂപത്തിലേക്ക് എത്തിയത് കാലങ്ങളായിട്ട് 1.5 വർഷം ഇത് പല രീതിയിൽ ഷൂട്ട് ചെയ്തു, ഡിസ്കഷനിലൂടെ മാറ്റി പല രൂപത്തിൽ എത്തിയിട്ടാണ് ഈ അവസ്ഥയിലേക്ക് എത്തുന്നത്. ഫൈനലെത്തുന്ന പ്രോഡക്റ്റ് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അയാളുടെ ആ നിതാന്തമായ ശ്രമവും ഇപ്പൊ അത് തുടങ്ങിയതിന് ശേഷം അനിൽ ബാനർജി വേറൊരു പ്രോഗ്രാമും ചെയ്തിട്ടുമില്ല. ഫുൾ ടൈം ഇത് തന്നെയാണ്. ഇപ്പൊ 25 വർഷമാണ് മുൻഷിയുടെ. 2000 സെപ്റ്റംബർ 10 തുടങ്ങി. 2025 സെപ്റ്റംബർ 10 ഇനി ദിവസങ്ങളേ ഉള്ളൂ. 25 വർഷമാണ്. ഒരു ദിവസം പോലും മുടങ്ങിയിട്ടുമില്ല. അങ്ങനെയുള്ള ഒരു പ്രോഗ്രാം മലയാളത്തിൽ വേറെ ഇല്ല. ഇനി മറ്റു ലോക രാജ്യങ്ങളിൽ എവിടെയെങ്കിലും കണ്ടിന്യൂസ് പോകുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണം. 25 വർഷം, അതും ഒരേ എന്താ പറയുന്ന കൺസെപ്റ്റോട് കൂടി പോവാണ്. ആളുകൾ ആളുകളൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഉൾപ്പെടെ പലരും മാറിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ ഉള്ള മൊത്തത്തിൽ കുറച്ച് ആളുകൾ മാറിയിട്ടുണ്ട്. പക്ഷെ മുൻഷിയുടെ എന്താണ് പഴഞ്ചൊല്ലുകളും കോഴി കൂവുന്നതും ഇപ്പോഴും നിലനിൽക്കുന്നു. അതൊരു ഭയങ്കര 25 വർഷങ്ങൾ എന്ന് പറഞ്ഞ വലിയൊരു കാലയളവല്ലേ? അത് കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് അത്രയും പ്രായമായുള്ളൂ എന്നാണ് എന്റെ ഒരു ആശങ്ക. അത് ശരിയാണല്ലോ. ഞാൻ അങ്ങനെ എന്റെ അടുത്ത് പലരും പോകുമ്പോൾ പറയുന്നത് ഞങ്ങള് കൊച്ചിയിൽ സ്കൂളിൽ പഠിക്കുമ്പോഴേ കണ്ടിട്ടുണ്ട്. ഞാനും അപ്പൊ ഞാൻ അന്ന് പോലെ തുടങ്ങിയതാണല്ലേ, ഇത് അങ്ങ് മറക്കണം. ഇനി നമ്മൾ 25 വർഷം പറയരുത്. ഇപ്പം നാടകത്തിലൂടെയാണ് തുടക്കം അല്ലേ? അഭിനയം എന്ന് നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് തിരിച്ചു പറയും. നാടകം, സിനിമ, സീരിയൽ. അപ്പം ഈ എല്ലാം പല പല മേഖലകളിലും അഭിനയം തന്നെയാണെങ്കിലും ഏതാണ് മനസ്സിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നത്, അല്ലെങ്കിൽ വീണ്ടും എനിക്ക് ചെയ്യണം തോന്നുന്നത്? തീർച്ചയായിട്ടും നാടകം തന്നെയാണ്. നാടകത്തിൽ അഭിനയിക്കുമ്പം ഒരു കഥാപാത്രത്തിന്റെ ഒരു ഗ്രോത്ത് കൃത്യമായിട്ട് നമുക്ക് കണ്ടിന്യൂസ് അതിന്റെ നൈരന്തര്യം നമുക്ക് കിട്ടും. അതിലൂടെ നമുക്ക് വളർന്ന കഥാപാത്രത്തിന്റെ ഒരു എൻഡിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. പക്ഷെ സിനിമയിലേക്ക് അല്ലെങ്കിൽ സീരിയലിലേക്ക് ആ ഒരു പർട്ടിക്കുലർ ഡയലോഗ് പറയുന്നതിന്റെ റിയാക്ഷൻ അതൊന്നും ഒരു എന്താണ് ആത്മാവുള്ള പെർഫോമൻസ് ആയിട്ട് പലപ്പോഴും വരില്ല. അത് ചില ഡയറക്ടർമാർ അത് കൃത്യമായിട്ട് എടുപ്പിക്കും. എങ്കിലും പലപ്പോഴും ഞാൻ ഉൾപ്പെടെ അല്ലെങ്കിൽ പല നടന്മാർക്കും അത് ഒരു ആത്മാവില്ലാതെ ആ പോർഷൻ മാത്രം അങ്ങ് ചെയ്തിട്ട് പോവുക. അതിന് മുമ്പ് എന്താണ് അതിന് ശേഷം എന്താണെന്ന് ചിലപ്പോൾ അറിയത്തൊന്നുമില്ല. ഇതൊരു ജോലി പോലെ. പക്ഷെ നാടകം അങ്ങനെയല്ല. നാടകത്തിൽ നമുക്കത് കൃത്യമായിട്ട് അത് കിട്ടും. ഗിവാൻറ്റേക്ക് കൃത്യമായിട്ട് കിട്ടും. ക്ലോസ് എടുക്കുമ്പോൾ അപ്പോൾ ഇനി നമ്മൾ സംസാരിക്കുന്ന സീരിയലാണെങ്കിൽ അവിടെ ഒരു കൈ മാത്രമേ കാണത്തുള്ളൂ. പിന്നെ കാണാം. ആ കൈ നോക്കിയിട്ട്
ഈ കൈക്കകത്ത് ഞാൻ പൊന്നിയെ കണ്ടാലേ എനിക്ക് ഡയലോഗ് പറയാൻ പറ്റും. അപ്പോൾ മറ്റേടത്ത് അങ്ങനെയല്ല, ഇതുപോലെ കണ്ണിൽ നോക്കി സംസാരിക്കാൻ ഡയലോഗ് പറയും. അപ്പോൾ ശരിക്കും അഭിനയത്തിന്റെ ഒരു നമുക്കുള്ള ഒരു തൃപ്തി കിട്ടുന്നത് നാടകം തന്നെ. ഞാൻ സ്കൂൾ നാടകങ്ങളിലാണ് അഭിനയിച്ചിട്ടുള്ളത്, അല്ലാതെ ഈ പ്രൊഫഷണൽ നാടകങ്ങൾ കമേഴ്ഷ്യൽ അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ അമച്ചൂർ നാടകങ്ങളിലും നാടകം പഠിച്ചു, തിയേറ്ററിക്കലായിട്ട് പഠിച്ചു. അങ്ങനെ ആഗ്രഹമുണ്ട് എപ്പോഴെങ്കിലും? അതായത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ സ്കൂൾ നാടകങ്ങളിൽ നിന്നിട്ട് ഈ പറഞ്ഞ പോലെ നമ്മുടെ വലിയ വേദിയിൽ നാടകം അവതരിപ്പിക്കണം. വലിയ വേദി നാടകങ്ങൾ കളിച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ റീജിയണൽ തിയേറ്ററിൽ ഉൾപ്പെടെയൊക്കെ വലിയ വേദികളിലേക്ക് ഒരുപാട് വൈലപ്പിളി സംസ്കൃതി പലയിടത്തും നാടകം കളിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഇപ്പം മുംബൈ ഷൺമാനന്ദ ഹാൾ പോലുള്ളതൊക്കെ നാടകം കളിക്കണമെന്ന് ഇപ്പോഴും ആഗ്രഹമുണ്ട്. എപ്പോഴെങ്കിലും ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ആഗ്രഹിച്ച് നടക്കുകയാണ്. ഉറപ്പായിട്ടും അങ്ങനെ നമ്മൾ ഇപ്പൊ എല്ലാവരും മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയും അല്ലേ, നമ്മൾ അങ്ങനെ ആകും എന്ന് കുറച്ച് നാൾ ചിന്തിച്ചാൽ അങ്ങനെ തന്നെ വരും. അങ്ങനെ തോന്നിയിട്ടുണ്ടോ ചേട്ടന്? പിന്നെ നമ്മൾ ആഗ്രഹിക്കാൻ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. നമുക്ക് എത്രമാത്രം നമ്മൾ ലോകത്ത് ഞാനാണ് ഏറ്റവും കഴിവുള്ളവൻ എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? നമുക്ക് കഴിവുണ്ടോ ഇല്ലയോ വേറെ ആളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അയാളിൽ മാത്രം എത്ര മേളിലാണെന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് ശ്രമിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യാം. ശക്തമായിട്ട് ആഗ്രഹിക്കുക, അതിന് ശ്രമിക്കുക. ചിലപ്പോൾ ക്ഷമയോടെ കാത്തിരിക്കുകയും വേണം. എനിക്ക് ക്ഷമയോടെ കാത്തിരുന്ന് ചില റിസൾട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അനുഭവം അതാണ്. എത്ര കാലം ക്ഷമിക്കും എന്നുള്ളതിന് ഒരു ഘടകമാണ്. എങ്കിലും ക്ഷമയോടെ കാത്തിരിക്കൽ മാത്രമല്ല, കാത്തിരുന്ന് ശ്രമിക്കുക. നമ്മളിപ്പോൾ ഇൻഡസ്ട്രിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇൻഡസ്ട്രിയിലെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന കഥാപാത്രങ്ങൾ കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ റിജക്ഷൻസ്, അങ്ങനെ വിഷമങ്ങൾ ഉണ്ടാക്കിയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിഷമങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്ക് എവിടെ പോയാലും നമ്മൾ കൃത്യമായിട്ട് ആഗ്രഹിക്കുന്നൊന്നും നമുക്ക് കിട്ടത്തില്ല. പ്രത്യേകിച്ചും കരിയറിൽ, നമ്മുടെ പ്രൊഫഷനിൽ നമുക്ക് പലപ്പോഴും റിജക്ഷൻസ് എന്ന് പറഞ്ഞാൽ അവഗണന മാത്രമാണ് പ്രധാനം. അവഗണനയാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് ഒരു സിനിമയിൽ പറയുന്ന ഡയലോഗില്ല. അത് ഉദാത്തമായ ഒരു ഡയലോഗാണത്. അത് ആ അവഗണനയിൽ നിന്ന് കിട്ടുന്ന ഒരു കരുത്തിലാണ് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നത്. അവഗണിക്കട്ടെ, ഓരോരുത്തരും നമ്മളെ സങ്കടപ്പെടുത്തട്ടെ, അതിനകത്തുനിന്ന് നമുക്ക് കരുത്ത് നേടണം. അതല്ലാതെ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിരുന്ന് കരയാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർന്നു നമ്മുടെ ലൈഫ്. അവഗണനകളിൽ നിന്ന് നമ്മളെ പരിഗണിക്കുന്ന സ്ഥലത്തേക്ക് എത്തുക, സങ്കടങ്ങളിൽ നിന്ന് സന്തോഷങ്ങളിലേക്ക് എത്തുക, അതിന് നമ്മൾ ശ്രമിച്ചാൽ പറ്റും. അതിനുള്ള എല്ലാ സ്പേസും നമുക്കിവിടെ ഈ നമ്മുടെ നാട്ടിലുണ്ട്. ഓരോരുത്തർക്കും ശ്രമിച്ചാൽ എത്താൻ പറ്റുന്ന സാഹചര്യങ്ങളും അവസ്ഥകളും അതിനുള്ള സ്ഥാനങ്ങളും ഉണ്ട്. നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചെത്തുക എന്നുള്ളത്. ചിലർക്ക് ഒരു വൺ ഡേ ഫൈൻ മോർണിംഗിൽ ചിലപ്പോൾ പറ്റും. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് താരമായ ആളുകളുണ്ട്. ചിലർ കാലങ്ങൾ 10 വർഷം 15 വർഷമൊക്കെ ആയിട്ട് താരമായത്. എൻ്റെ സുഹൃത്ത് അനിൽ നെടുമങ്ങാട് മരണപ്പെട്ടു പോയ അനിലും ഞാനും ഒക്കെ ഒരേ കാലഘട്ടത്തിൽ ഞാൻ മുൻഷി ചെയ്യുന്ന സമയത്തും ഒക്കെ ഞങ്ങളിങ്ങനെ സ്വപ്നം സിനിമ തന്നെയാണ്. അവനും ഞങ്ങളിങ്ങനെ ഇരുന്ന് സങ്കടം പറച്ചിലും പരിതാപം പറച്ചിലും ഒക്കെ ഉണ്ട്. പക്ഷെ അനിൽ ഒരു സിനിമ കിട്ടി, തസ്കര വീരൻ, മമ്മൂട്ടി കേരളീയനായിരുന്നപ്പോൾ കണ്ടിട്ട് അങ്ങനെ സെർച്ച് ചെയ്തു. അതിനുശേഷം 15 വർഷം കഴിഞ്ഞാണ് പുള്ളിക്ക് ഒരു സിനിമ കിട്ടുകയും ബ്രേക്ക് ആവുകയും ചെയ്യുന്നത്. 15 വർഷങ്ങൾ. അപ്പോൾ ഞാൻ ആലോചിച്ചു, 15 വർഷങ്ങൾ കേട്ടി. പിന്നെ നിർഭാഗ്യവശാൽ ഭാഗ്യം തിരിച്ചു വിളിച്ചു പുള്ളിക്കാരൻ. അത് എൻജോയ് ചെയ്യാൻ പറ്റില്ല ആ ഒരു നല്ല കാലം. അത് നമുക്ക് കാണാനുള്ള അവസരവും എന്തായാലും നഷ്ടപ്പെട്ടു. അതുപോലെ കാത്തിരുന്നാൽ കിട്ടും. നമ്മൾ കഠിനമായിട്ട് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി വഴിവിട്ട സഞ്ചാരമൊന്നും നടത്തുകയൊന്നും വേണ്ട. ഒരവസരം കിട്ടാൻ വേണ്ടി എന്തും ചെയ്യുക, അങ്ങനെ ഒന്നും വേണ്ട. അത് പ്രോപ്പറായിട്ടുള്ള വഴിയിലൂടെ പോകാൻ ശക്തമായിട്ട് ആഗ്രഹിക്കുക, അത് വരുമെന്ന് തന്നെയാണ്. ഇപ്പൊ പറഞ്ഞല്ലോ ഈ വഴിവിട്ട എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, അങ്ങനത്തെ അനുഭവങ്ങൾ ആരെങ്കിലും ഇപ്പൊ ചേട്ടനോട് ഷെയർ ചെയ്യോ, അല്ലെങ്കിൽ അങ്ങനത്തെ? ഓരോ സംവിധാനം കള്ളു വാങ്ങിച്ചുകൊണ്ട് പോയി സോപ്പിടാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുക. പിന്നെ സ്ത്രീകളാണെങ്കിൽ വേറെ ഒരു തരത്തിൽ ഒരുപാട്. ഇതൊന്നും ആവശ്യമില്ല. നമ്മൾ ചാൻസ് ചോദിക്കുക എന്നുള്ളത് മര്യാദയ്ക്ക് നമുക്ക്. കാരണം ഇത് ഭിക്ഷ ചോദിക്കുന്നത് പോലെ അത്ര മോശമായിട്ട് കാണണ്ട. ഒരാളുടെ അടുത്ത് എൻ്റെ കാശില്ല, ഭക്ഷണം കഴിക്കാൻ കാശില്ല, 100 രൂപ തരുമെന്ന് ചോദിക്കുന്നത് അത് വേണ്ട. അത് അവിടെ ഉപേക്ഷിക്കുക. അതിന് പകരം എനിക്കൊരു അവസരം തരിക എന്ന് ചോദിക്കുന്നതോട് ഒരു തെറ്റുമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഞാൻ ചോദിക്കുകയും ചെയ്യും. ഞാനിപ്പോൾ ഒരു സിനിമയിലേക്ക് എനിക്ക് നല്ല വേഷങ്ങളൊക്കെ കിട്ടിയാൽ ഞാൻ അതിനേക്കാൾ മെച്ചപ്പെട്ട വേഷം ഞാൻ വീണ്ടും ചോദിച്ചു തന്നെ ഇരിക്കും. ചാൻസ് ചോദിക്കൽ എൻ്റെ ഒരു ജോലിയായിട്ട് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് മനസ്സിൽ. അത് ഒരു ദിവസം, ഒരു മാസത്തിൽ എത്ര ദിവസമെങ്കിലും ചാൻസ് ചോദിക്കണം, ഒരാളിനോട് എത്ര പ്രാവശ്യമെങ്കിലും ചാൻസ് ചോദിക്കണം എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ചോദിച്ച് വാങ്ങിക്കുക, അത് സ്ട്രെയിറ്റ് ആയിട്ട് ചോദിച്ച് വാങ്ങിക്കുക. എല്ലാവരും തരുത്തൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ എല്ലാവരും ഇപ്പൊ ഒന്നുമില്ല, നോക്കാം. ഇതൊക്കെ സ്ഥിരം ഡയലോഗുകളാണ് നമ്മൾ കേൾക്കുന്നത്. ആ ഡയലോഗുകൾ നമ്മൾ ഒരുപാട് പ്രാവശ്യം കേൾക്കും. പിന്നെയും ചെല്ലണം. നമ്മൾ പല പ്രാവശ്യം ഒരാളുടെ വീട്ടിൽ പോകും. പിന്നെ ഞാൻ സാർ ഇനിയും പെട്രോൾ അടിക്കാൻ കാശുണ്ടെങ്കിൽ ഞാൻ ഇനിയും വരും.
എന്ന് പറയാ പോവുക ശല്യപ്പെടുത്തി എപ്പോഴെങ്കിലും അവരുടെ മനസ്സിലൊരു സാധനം മാറുമല്ലോ. അങ്ങനെ അതേ നമുക്ക് ചെയ്യാൻ പറ്റും. വേറെ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? അല്ലെങ്കിൽ നമുക്ക് കാശുണ്ടാവണം, ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത് സിനിമ തന്നെ അഭിനയിക്കണം. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പം നാടകത്തിൽ അഭിനയിക്കുമ്പോൾ നമ്മൾ അത്രയും സംതൃപ്തനാണെന്ന് പറയുന്നു, അപ്പോൾ സീരിയലിലെ കഥാപാത്രങ്ങൾ വരുന്നു, എന്നിട്ടും എന്തുകൊണ്ടാണ് എല്ലാവരും അഭിനയത്തിന്റെ ഒരു അൾട്ടിമേറ്റ് വശം സിനിമയാണെന്ന് വിചാരിക്കുന്നത്? എന്തുകൊണ്ടാണ്? അതിന്റെ ഒരു പോപ്പുലാരിറ്റിയും അതിന്റെ ഒരു സമ്പന്നതയും. സിനിമ ഒരു നാടകത്തിൽ 100 നാടകം അഭിനയിച്ച ഒരാളിനെ അറിയത്തില്ല സമൂഹം. പക്ഷെ ഒരു സിനിമയിൽ അഭിനയിച്ച ഒരാളിനെ സമൂഹം അറിയും. അയാൾക്കുള്ള അക്സെപ്റ്റൻസ്, അയാൾക്കുള്ള ഒരു ആരാധക വൃന്ദം, അത് തന്നെയല്ലേ തീർച്ചയായിട്ടും. പിന്നെ അതിനകത്ത് നിന്ന് കിട്ടുന്ന പ്രതിഫലം നമുക്ക് ഒരാൾക്ക് അറിയിക്കുന്ന എമൗണ്ട് ആണോ നമുക്കൊരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ മീൻസ് അതിന്റെ ഒരു ഡിമാൻഡിങ് ആയി കഴിയുമ്പോൾ. ഞാനൊക്കെ ഇപ്പോഴും പോയാൽ എൻ്റെ കയ്യിൽ നിന്ന് വണ്ടിക്കൂലി എടുത്താണ് ഞാൻ പോയി അഭിനയിച്ചോണ്ട് വരുന്നത്. വളരെ കുറച്ച് പേർക്ക് സിനിമ പ്രതിഫലം തരാറുള്ളൂ. അത് കുറച്ചേ തരാറുള്ളൂ. ചിലപ്പോൾ അർഹതമായത് തരും, ചിലരൊന്നും തരത്തില്ല. എന്നാലും നമുക്ക് ഇത് ചെയ്തുകൊണ്ടിരിക്കാനല്ലേ പറ്റുള്ളൂ. നമുക്ക് വേറെ നിർവാഹമില്ല. നമ്മൾ എപ്പോൾ ഡിമാൻഡിങ് ആവുന്നു അതുവരെ നമ്മൾ ഈ പണി ചെയ്തുകൊണ്ടേ ഇരിക്കാൻ പറ്റും. അപ്പം ഡിമാൻഡിങ് ആയി കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരാൾ ചെയ്യുന്ന ജോലിക്ക് അർഹതയ്ക്ക് ഉള്ളതല്ല. അതിനപ്പുറം കിട്ടും. ആ പണം തന്നെയാണ് എൻ്റെ ഏറ്റവും പ്രമുഖമായത്. ഇപ്പം സിനിമയിലേക്ക് വരുമ്പോൾ ആദ്യത്തെ സിനിമ വിനയൻ സാറിന്റെ കൂടെയാണ് അല്ലേ? അപ്പം എനിക്ക് തോന്നുന്നു വിനയൻ സാറിന്റെ കുറെ സിനിമകളില് 19ാം നൂറ്റാണ്ട്. അപ്പം അങ്ങനത്തെ എങ്ങനെയാണ് വിനയൻ സാറോട്, കാരണം ഇത്രയും വലിയ വലിയ സിനിമകൾ ചെയ്യുന്ന നമ്മൾക്കൊരു ഗുരുസ്ഥാനീയൻ തന്നെ പറയാം അല്ലെ, എങ്ങനെയാണ് സാറിന്റെ കൂടെ ഒരു തുടക്കവും സിനിമയും എത്തുന്നത്? ഞാൻ മുൻഷിൽ നിന്നൊക്കെ മാറി ഞാൻ സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ ചെയ്യുന്നത്, മറ്റു പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഈ അമ്മ സംഘടനയിൽ വിലക്കല്ല വിനയൻ പടത്തിൽ അഭിനയിച്ചാൽ വിലക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രമുഖ നടന്മാരെ പലരും ഈ യക്ഷി ഞാനും സിനിമയിൽ നിന്ന് ഒഴിവാക്കി. പുള്ളിക്കാരൻ വാശിക്കാരനാണ്, ഞാനത് ചെയ്ത് അടങ്ങുള്ളത്. അതാണ് എന്റെ പുള്ളിയുടെ ഒരു തന്റെ. അങ്ങനെ നിൽക്കുമ്പോൾ മീന ചേച്ചി, മീന നെവിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഡബിങ് ആർട്ടിസ്റ്റ്, മീന ചേച്ചി എന്റെ കാര്യം സാറിന് എടുത്ത് പറഞ്ഞു. അപ്പൊ ഞങ്ങള് ഈ മാക്ടയിലെ ഡബിങ് ആർട്ടിസ്റ്റ് അസോസിയേഷനിൽ മെമ്പറാണ് ഞങ്ങൾ എല്ലാവരും. സാറ് മാക്ടയുടെ അന്ന് ചെയർമാനൊക്കെ. അപ്പോൾ 2 ഫോട്ടോ വെച്ച് കൊടുക്കാൻ പറഞ്ഞ് അയച്ചു കൊടുത്തു. ഞാനൊന്ന് മെയിൽ ചെയ്തു. ഞാൻ ടി വിയിൽ കുറെ പ്രോഗ്രാമുകൾക്ക് അഭിനയിച്ചിട്ടുണ്ട്, പക്ഷേ സിനിമയിൽ ഞാൻ ഇതുവരെ വന്നിട്ടില്ല. സാർ ഒരു ദിവസം തന്നെ വിളിക്കുന്നു, രജിത്തെ എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ ഞാൻ വിനയനെ നടിച്ചിട്ടുണ്ട്, ഡയറക്ടർ വിനയൻ നടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫോണെടുത്തു, സാർ പറയണ സാർ, ഞാനും കുഞ്ഞു പോയി ഫോണിലൂടെ തന്നെ, അത്രയ്ക്ക് വിനയമായി. സാറിന്റെ പേര് വിനയനും ഞാൻ വിനയവും. അങ്ങനെ സംസാരിച്ചു. അപ്പോൾ നമുക്ക് ഒരു പടമുണ്ട്, നാളെ കളിക്കണം, അതാണ് പുള്ളിയുടെ വാചകം. കാരണം ഈ സിനിമ ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്ത് ആർട്ടിസ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി. പിന്നെ അന്ന് രാത്രി എനിക്ക് ഷോ ഉണ്ട് 12. ഞാൻ അവിടുന്ന് വെളുപ്പിന് ഷോയും കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്നു. അങ്ങനെ അത് അഭിനയിച്ച് അങ്ങനെയാണ് അവിടെ ചെല്ലുന്നത്. പക്ഷെ അതിനുശേഷമുള്ള പടത്തിലും രഘുവിന്റെ സ്വന്തം റഷ്യ ആ സിനിമയിലും ഒരു വേഷം കിട്ടി. ചാരുഹാസനെ പോലുള്ള വലിയ നടന്മാരുണ്ടായിരുന്നു ആ സിനിമയിൽ. പിന്നെ കുറച്ചുനാൾ പുള്ളി സൈലന്റ് ആയിരുന്നു. പിന്നെ 19ാം നൂറ്റാണ്ട് ചെയ്തപ്പോൾ അതിൽ ഒരു ലിസ്റ്റിൽ പെടുത്തിയിട്ടുണ്ട് എന്നെ, വന്നിട്ടില്ലെങ്കിലും നമ്മളെ ഓർക്കുക എന്നുള്ളതാണല്ലോ അല്ലെ വലിയ കാര്യമായിട്ട്. അദ്ദേഹം അങ്ങനത്തെ ഒരു മനുഷ്യനാണ്, വേറെ പലരും അങ്ങനെ ചെയ്യണമെന്നില്ല. ഇപ്പം ലേറ്റസ്റ്റ് ഇറങ്ങിയ അനൂപ് മേനോന്റെ സിനിമ വരെ നമ്മൾ അഭിനയിച്ചു. അപ്പം സിനിമയിൽ അല്ലെങ്കിൽ അഭിനയത്തിൽ ഓർത്തു വെക്കുന്ന ഒരു മുഹൂർത്തം ഏതായിരിക്കും? സിനിമയിലോ അഭിനയത്തിലോ എന്തിലെങ്കിലും? സിനിമയിൽ അങ്ങനെ ഓർത്തു വെക്കാൻ മുഹൂർത്തങ്ങളൊന്നുമില്ല. അഭിനയത്തിൽ ഓർത്തു വെക്കുന്നത് എപ്പോഴും ഈ നാടകവും സീരിയലൊക്കെ തന്നെയാണ്. സീരിയലില് ഞാൻ പിന്നെ ഈ മിസ്സസ് ഹിറ്റ്ലർ എന്ന് പറഞ്ഞിട്ട് സീരിയൽ ചെയ്തു. അതിലെ കഥാപാത്രം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം. കാരണം അതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ഹ്യൂമർ ഉണ്ട്. ഒരു അച്ഛൻ, 2 പെൺമക്കളുടെ അച്ഛൻ. ഈ ചെറിയ മെമ്മറി കുറവുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ചെറിയ മെമ്മറി ലോസ് വരും. അപ്പൊ അതിൻ്റെതായ ചില തമാശകൾ പുള്ളി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് സെന്റിമെന്റ്സ് ഉണ്ട്. പിന്നെ ചിലടത്തൊക്കെ ഷൗട്ട് ചെയ്യപ്പെടേണ്ടി വരുന്നുണ്ട്, ചിലടത്ത് ദയനീയത സംഭവിക്കുന്നുണ്ട്. അങ്ങനെ പല ഭാവങ്ങളും ഒരു കഥാപാത്രമായിരുന്നു. പക്ഷെ ഇതെല്ലാം ഒരു അഭിനേതാവ് എന്നുള്ള രീതിയിൽ ഞാൻ എന്നെ തന്നെ തിരിച്ചറിഞ്ഞ ഒരു പെർഫോമൻസ് കൈരളിയിലെ താരോത്സവത്തിൽ ഞാൻ ചെയ്ത ഒരു സോളോ പെർഫോമൻസ് അതായിരുന്നു. അത് കണ്ടപ്പോഴാണ് എനിക്കും തോന്നിയത്, കൊള്ളാമല്ലോ, കുഴപ്പമില്ല, നമുക്കും പറ്റും. അത് ധാരാളം പേര് കാണുകയും നമ്മുടെ മഹാൻ നടൻ മമ്മൂട്ടി സാർ പോലും കണ്ടിട്ട് മറ്റു പലരോടും പറയുകയൊക്കെ ചെയ്ത ഒരു അനുഭവം എന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അതൊക്കെയാണ് നമ്മൾ ഓർത്ത് വെക്കുന്നത്. ഇപ്പൊ നമ്മൾ സിനിമയും അഭിനയൊക്കെ വിട്ട് ജീവിതത്തിലേക്ക് വരുമ്പം ഞാൻ അച്ഛനെ കുറിച്ച് അവരുടെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അത്രമേൽ എന്തായിരുന്നു ശരിക്കും പറഞ്ഞ അച്ഛൻ
അയ്യോ ചേട്ടന്റെ കണ്ണൊക്കെ നിറയുന്നു. ഞാൻ വിഷമിപ്പിച്ചോ? എന്താണെന്ന് അറിയില്ലല്ലോ. ആ അല്ല, അച്ഛൻ ഇങ്ങനെ ഭയങ്കര എന്താ പറയുക, റൂഡായിട്ടാണ് ചേട്ടനെ. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു, കാരണം മറ്റേവരെല്ലാം ഗവൺമെന്റ് ജോലിക്കാരായിരുന്നത് കൊണ്ടായിരിക്കും? അല്ലല്ല, ഇത് ബാല്യത്തിലുള്ള കാര്യം ഞാൻ പറഞ്ഞു. ചെറുപ്പത്തിൽ ഞങ്ങളെ വളർത്തിയ സമയത്തുള്ള പുള്ളിയുടെ ഒരു രീതി അങ്ങനെ. പുള്ളി ഒരു ചിട്ടായുടെ ഒരു രീതിയിൽ വളർന്നിട്ടുള്ള ആളായതുകൊണ്ട് പുള്ളി എല്ലാ കാര്യങ്ങളും വളരെ കർക്കശമാണ്. എല്ലാം അദ്ദേഹത്തിന് എല്ലാം. നിങ്ങൾ എത്ര മക്കളാണ്? 5 മക്കളുണ്ട്. ഞങ്ങൾ 4 ആൺകുട്ടികളും മോളും പെണ്ണും. അപ്പോൾ ഞങ്ങൾ 4 പേരും ഏകദേശം വലിയ പ്രായ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഒരുമിച്ചിരുന്ന് കളിക്കുമ്പോഴൊക്കെ പുള്ളിക്കാരൻ ബഹളം ഉണ്ടാക്കുന്നതിന് പിടിച്ച് മാറ്റിയിരുത്ത് അടിക്കുക, ഭക്ഷണം, ഒരുപാട് ശിക്ഷാ നടപടികളൊക്കെ ഉണ്ടായിരുന്ന ഒരു ശീലമുണ്ട്. പക്ഷെ ഞാനിപ്പോഴും അദ്ദേഹത്തിന് തന്നെ മാതൃകയാക്കുന്നത്. കാരണം എനിക്ക് കിട്ടിയിട്ടുള്ള ഡിസിപ്ലിൻ ആയാലും എൻ്റെ ചില ജീവിത, ഇപ്പൊ ഞാൻ നേരത്തെ ഈ ഫിനാൻസ് മാനേജ്മെന്റിന്റെ കാര്യം, മണി മാനേജ്മെന്റിന്റെ കാര്യമൊക്കെ പറഞ്ഞു, ഇതൊക്കെ അവിടെ നിന്നൊക്കെ കിട്ടിയ കാര്യങ്ങളൊക്കെ തന്നെ. എന്നിൽ എന്തെങ്കിലും നന്മ ഉണ്ടെങ്കിൽ അതെല്ലാം അവിടെ നിന്ന് കിട്ടിയ. പക്ഷെ ആ ബാല്യത്തിൽ നമ്മളെ ഒരുപാട് സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. അത് ഞാൻ എവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അച്ഛന് വണ്ടി ഇടിച്ച് മരിക്കണമെന്ന് പ്രാർത്ഥിച്ചു. അതാണ് ഞാനതെങ്ങനെ ചോദിക്കുമെന്ന് ഓർത്താണ് ഞാൻ മിണ്ടായിരുന്നത്. അങ്ങനത്തെ ഒരു മകനാണ്. പക്ഷെ ഞാനിപ്പോ എനിക്ക് തോന്നുന്നു ഈ 5 മക്കളിൽ ഏറ്റവും കൂടുതൽ അച്ഛനെ സ്നേഹിക്കുന്നത് ഞാൻ തന്നെയാവണം. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. അച്ഛന്റെ കാർക്കശ്യമൊക്കെ എനിക്ക് കിട്ടിയ നമുക്കൊരു അറിയാത്ത പ്രായത്തിലാണല്ലോ നമ്മൾ അങ്ങനെ ഒരിക്കലും ഒരാൾ നമ്മുടെ അച്ഛൻ അല്ലല്ലേ അങ്ങനെ മരിക്കണേന്നൊന്നും പ്രാർത്ഥിക്കില്ലല്ലോ. അതൊരു കുട്ടിത്വമല്ലേ. അതെ. ഈ നമ്മുടെ വളർച്ചയിൽ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ അച്ഛൻ എന്തായിരിക്കും പറയുക? കാരണം ഇപ്പൊ പറഞ്ഞല്ലോ ബാക്കി എല്ലാവരും ഗവൺമെന്റ് ജോലിയിലാണ്, നമ്മളാണ് ആൾക്കാർ കണ്ടാൽ തിരിച്ചറിയുന്ന ഒരാള് രഞ്ജിത്തേട്ടൻ തന്നെയാണ്. അപ്പം എങ്ങനെയാണ് അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ഒരു? അച്ഛൻ ആദ്യമായിട്ട് എന്നെ ഒന്ന് അംഗീകരിച്ചു എന്ന് എനിക്ക് തോന്നിയപ്പോഴാണ്. ഞാൻ സ്പോർട്സിലായിരുന്നു പഠിക്കുന്ന സമയത്തൊക്കെ. അപ്പോൾ ഞാൻ ബാസ്കറ്റ്ബോൾ കളിച്ചു. ഞങ്ങളുടെ ടീം വിൻ ചെയ്തിട്ട് ഒരു വലിയൊരു ഷീൽഡ് കിട്ടി. അപ്പോൾ അത് ഞാൻ വീട്ടിൽ കൊണ്ടുവന്നപ്പോഴത്തേക്ക് പുള്ളി അതെടുത്ത് ഞാൻ നോക്കിയിട്ട് കൊള്ളാം പറഞ്ഞിട്ടോട് വെച്ചു. ഇതാണ് പുള്ളിയുടെ ആദ്യത്തെ എൻ്റെ മെമ്മറിയിലുള്ള ഒരു അഭിനന്ദനം. പിന്നെ ഞാൻ മുൻഷിയിൽ വന്നതിന് ശേഷം അവിടെ വരുന്നവരത്തൊക്കെ ഇതാണ് ഞങ്ങളുടെ മുൻഷി എന്ന് പറയും. അപ്പൊ പുള്ളി അല്പം പ്രൗഡായി. അപ്പൊ അതൊക്കെ നമ്മളിൽ ഉണ്ടാക്കുന്നത് ഭയങ്കര സന്തോഷമാണ്. കാരണം അതിന് മുമ്പ് നമ്മളെ ഒന്ന് സ്നേഹിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്തതായിട്ടുള്ള ഓർമ്മയില്ല. അതിപ്പോഴും ഇല്ല. ഇനി അദ്ദേഹത്തിന്റെ മരണം വരെ അങ്ങനെ സംഭവിക്കില്ല. കാരണം പുള്ളിയുടെ ഒരു രീതി അതാണ്. പക്ഷെ ഇപ്പോഴും സംസാരിക്കുന്നതിന് ഇപ്പൊ വന്നു, ഇപ്പൊ എത്തിച്ചേർന്നു, കഴിച്ചോ, ഇതൊക്കെ എങ്ങനെയാണ് സംസാരമല്ലേ. പിന്നെ വേറെ വിശേഷമൊന്നുമില്ലല്ലോ. പിന്നെ പുള്ളി അദ്ദേഹം മമ്മട്ടി എടുത്തോണ്ട് പറമ്പിലൊക്കെ മറ്റേ പുള്ളിയുടെ പരിപാടികളിൽ ഇതൊക്കെ ഉള്ളൂ. അപ്പോ നമ്മളെ ഒന്ന് ഒരു ഞാൻ എവിടെയും വീണ്ടും പറഞ്ഞു, ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഭക്ഷണം തന്നു, ഞങ്ങൾക്ക് യൂണിഫോം, ഫീസോ എല്ലാ കാര്യങ്ങളും തന്നു. പക്ഷെ ഞങ്ങൾക്ക് അച്ഛന് തന്നില്ല. അത് മിസ്സായി. അത് എന്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ എന്റെ മക്കൾക്ക് എല്ലാം കൊടുത്തു, ഞാനും അച്ഛനെ കൊടുത്തില്ലെന്ന് ഇപ്പൊ എനിക്കൊരു സംശയമുണ്ട്. അവരുടെ കേസ് ഓർക്കും. അതെന്താണ് അങ്ങനെ തോന്നാൻ കാരണം? നിർഭാഗ്യവശാൽ അവരിപ്പോ എന്റെ കൂടെ ഇല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അവരുടെ മനസ്സിലും അച്ഛൻ, എന്റെ മക്കളുടെ മനസ്സിലും ഇപ്പൊ അച്ഛൻ എന്ന രീതിയിൽ രഞ്ജിത്തേട്ടനും ഈ കാർക്കശ്യക്കാരനായ ഒരു അച്ഛനുണ്ടായിരുന്നു. മറ്റേതിന്റെ ഒരു 10% ഉണ്ടായിരുന്നു. 10%. അത് 100 ആണെങ്കിൽ 10 ഒക്കെ ഉണ്ട്. കാരണം അത്രയും വേണം. തീരെ ഇല്ലാതെ അലമ്പനായിട്ട് ഒരു ഇൻഡിസിപ്ലിൻഡ് ആയിട്ട് ജീവിക്കാൻ ചിന്തിക്കാനേ പറ്റില്ല. നമ്മൾ എവിടെയെങ്കിലും പോയി, നമ്മൾ പുറത്തുനിന്ന് പോയി തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആ ഡ്രസ്സ് ഇട്ടോട് വന്ന് മലനേടന്നുറങ്ങും, എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. പോയി ഒരു ജോലി കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിൽ വരാതെ അവിടെ കിടന്നുറങ്ങുക, അത് ചിന്തിക്കാൻ പറ്റില്ല. സമയത്ത് ഭക്ഷണം കഴിക്കാതെ എന്തെങ്കിലും വലഞ്ഞിരിഞ്ഞടക്കുക, അത് നടക്കത്തില്ല. എനിക്ക് ഇതെങ്ങനെ മനുഷ്യർക്ക് സാധിക്കുന്നു എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സ്വഭാവമാണ് എനിക്ക്. അപ്പൊ കുറച്ച് ഡിസിപ്ലിൻ വേണം ലൈഫിൽ, മൊത്തത്തിലുള്ള ഡിസിപ്ലിൻ വേണം. മണി, ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ വേണം. ടൈമിന്റെ കാര്യത്തിലായാലും കരിയറിലായാലും പഞ്ച്വാലിറ്റി, ഇതെല്ലാം നമുക്ക് വേണ്ടതല്ലേ. അതെ. ഇപ്പൊ പറഞ്ഞല്ലോ നിർഭാഗ്യവശാൽ അവരെന്റെ കൂടെ ഇല്ല എന്ന് പറഞ്ഞല്ലോ. അല്ലല്ല, നമ്മളിലെ ആ കാർക്കശ്യക്കാരനായിരിക്കുമോ അങ്ങനെ ഒരു തീരുമാനം? ആയിരിക്കും. ഞാൻ അവരുടെ ശരികൾ മാത്രം, എന്റെ ശരികൾ മാത്രം, ഈ 2 ശരികളും കൂടെ ചേരാതെ വരുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും അമ്മയെ കുറിച്ചായാലും നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഓപ്പൺ ആയിട്ട് അങ്ങനെ സംസാരിക്കാൻ എത്തില്ല. അത് സഹോദരങ്ങളുമായിട്ടായിട്ട് പോലും. പക്ഷെ എല്ലാവരും തമ്മിൽ നല്ല ബോണ്ടാണ്. അത് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ തുറന്നങ്ങനെ സംസാരിക്കത്തില്ല. അമ്മയോട് സ്നേഹം ഉണ്ടെന്ന് അമ്മയുടെ അടുത്ത് പോയിരിക്കാൻ, അമ്മയുടെ കൂടെ കണ്ണിൽ നോക്കി കുറച്ചു നേരം ഇരിക്കുക, അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല. അമ്മ എന്നെ മോനെ എന്ന് വിളിച്ചിട്ടില്ല. ഇത്രയും വർഷത്തിലോ ആരെയും വിളിച്ചിട്ടില്ലേ മക്കളില്? ഇല്ല. അമ്മയും അച്ഛനും പെങ്ങളെ വിളിക്കും, മോളെ വിളിക്കും. ഞങ്ങളാരും വിളിച്ചിട്ടില്ല. നിങ്ങൾ ആൺകുട്ടികളെ വിളിച്ചിട്ടേ ഇല്ല? എന്താന്ന് ചോദിച്ചിട്ടുണ്ട്? ഞാൻ
എനിക്ക് പനി വരുമ്പോൾ വിളിക്കും, മോനെ കഞ്ഞി കൂടി അല്ലെങ്കിൽ മോനെ അതെടുത്ത് കഴിയുന്നു പറയും. അപ്പൊ ഞാൻ പനി വരാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. മോനെ എന്നുള്ള വിളി കേൾക്കാൻ അതൊക്കെ ചിലപ്പോ അത് നമ്മുടെ എല്ലാം പറഞ്ഞില്ലേ, അതെല്ലാം നമ്മുടെ ഈ കുട്ടിക്കാലത്ത് നമ്മുടെ ചില ഇഷ്ടങ്ങളും ആഗ്രഹം അവര് എല്ലാം തരുമ്പോഴും ചിലത് തരാതെ മിസ് ചെയ്യുന്ന അതൊക്കെയാണ്. അപ്പൊ ഞാനത് പരമാവധി എന്റെ മക്കൾ കൊടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതും പോലെയായിരുന്നു ഞാൻ തിരിച്ചറിയുന്ന ഒരു സാധനം. അവർ എപ്പോഴെങ്കിലും രഞ്ജിത്തേട്ടനിലെ അച്ഛനെ ഉറപ്പായിട്ടും തിരിച്ചറിയും. കാരണം എനിക്കറിയാം, നമ്മൾ ഈ കഴിഞ്ഞ വർഷങ്ങളൊക്കെ സംസാരിക്കുമ്പം മകളുടെ നൃത്ത പഠനത്തെക്കുറിച്ചും ഒക്കെ വാചാലനാവുന്ന ഒരച്ഛൻ രഞ്ജിത്തേട്ടനിലുണ്ടെന്ന് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. ഇത്രമേൽ ഇമോഷണലായിട്ടും നമ്മളെ വളരെ ഹാസ്യമായിട്ടൊക്കെ പറഞ്ഞ് ചിരിപ്പിക്കുന്ന ഒരാൾ അച്ഛനെയും അമ്മയും തൊടാനേ പറ്റുന്നില്ല, അപ്പോഴേ കണ്ണ് നിറയുകയാണ്. എത്രാമത്തെ മകനാണ്? മൂത്തതാണ്. ഏറ്റവും കൂടുതൽ ദോഷങ്ങൾ അനുഭവിച്ചത് അതെ അതെ. പുള്ളി അടിച്ചിട്ടുള്ള അടികൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അടി കൊണ്ടിട്ടുള്ള ഞാനാ. മൂത്താളിന് കൊടുത്തിട്ട് അടികൾ ശേഷം ഇളയവർക്ക് കൊടുക്കുള്ളൂ. ഏറ്റവും കൂടുതൽ അടി കൊണ്ടിട്ടുള്ള ഞാൻ. അപ്പൊ മൂത്താളുകൾക്ക് എല്ലാ വീട്ടിലെയും മൂത്തവരും ഇവിടെ നിൽക്കുന്നവരെല്ലാം മൂത്തവരാണെങ്കിൽ അവർ അനുഭവിച്ചിട്ടുള്ളത് ചിന്തിക്കണം. മൂത്തവർക്ക് കിട്ടുന്ന ദ്രോഹം ഇളയവരാണ് കൂടുതൽ സുഖം അനുഭവിക്കുന്നത്. ഏറ്റവും ഇളയവർക്കാണ് എല്ലാ സന്തോഷവും കിട്ടും. അവരാകുമ്പോഴത്തേക്ക് ഈ പുള്ളിയുടെ ദേഷ്യങ്ങളും ശിക്ഷാ നടപടികളൊക്കെ കുറയും. ഇളയാളാണ്. അച്ഛനിലെ കണ്ടു വളർന്ന ഈ കണ്ണ് നിറയിക്കുന്ന ഇതിൽ ഒട്ടും ഞാൻ എടുക്കില്ല എന്ന് വിചാരിച്ചിരുന്ന കാര്യം എന്തായിരിക്കും അച്ഛൻ്റെ സ്വഭാവത്തിൽ? ഈ പറഞ്ഞ ശിക്ഷാ നടപടികൾ, ക്രൂരമായ ശിക്ഷാ നടപടികളാണ് പുള്ളിക്കാരൻ. ഞാൻ തമാശയ്ക്ക് എപ്പോഴും പറയാം, അച്ഛൻ്റെ വിചാരം ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ഇപ്പം പാകിസ്ഥാനിൽ നിന്ന് ഒഴിഞ്ഞു കയറിയതാണോ, ഇവനെ വെടിവെച്ച് കളയാ ബോംബിട്ട് കളയതാണ് പുള്ളിയുടെ അങ്ങനെ ഞാൻ കടുത്ത ശിക്ഷയാണ്. അതിപ്പോ എന്റെ അച്ഛന് മാത്രമല്ല, അന്നത്തെ കാലത്ത് എല്ലാ അച്ഛന്മാരുടെയും രീതി അതാണ്. അങ്ങനെ മക്കളെ അടിച്ചു വളർത്തണം, തല്ലി വളർത്തണം എന്നുള്ളതാണ് അന്ന്. ഒന്നേ ഉള്ളെങ്കിൽ ഒലക്കേക്ക് പഠിക്കണം എന്നൊരു ചൊല്ലുണ്ട്. അങ്ങനെ തന്നെയാണ് അന്നത്തെ കാലത്ത് വളർത്തിയിട്ടുണ്ട്. ഇപ്പൊ തിരിച്ചും ഇപ്പൊ അത് അതിനെ കുറിച്ച് പറയാൻ പറ്റും. നമ്മൾ വടിയെടുത്ത് അവൻ കേസ് കൊടുക്കുന്ന അവസ്ഥയിൽ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അന്ന് അങ്ങനെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് അത് എന്റെ അച്ഛന്റെ മാത്രമോ എന്റെ അച്ഛൻ ലോകത്ത് അദ്ദേഹം മാത്രമാണെന്നല്ല, എല്ലാ എന്റെ സുഹൃത്തുക്കളിലെല്ലാം ഏറെക്കുറെ അങ്ങനെയാണ്. ഇത് ഇച്ചിരി ലേശം കൂടിപ്പോയെന്നുള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു രഞ്ജിത്തേട്ടനെ സംബന്ധിച്ചുള്ള ഒരു സ്പേസ് കൊടുക്കുന്ന ആളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരുപാട് ചിന്തിക്കുകയും വായിക്കുകയും, കാരണം എന്നോട് തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളല്ലേ പല പല പ്രോഗ്രാമുകളെ കുറിച്ച് പല പല കൺസെപ്റ്റുകളൊക്കെ ഇപ്പൊ എന്നോട് തന്നെ വിളിച്ച് പറയാറുണ്ട്, ചേട്ടൻ അതങ്ങനെ നന്നായിരിക്കില്ലേ പൊന്നി അല്ലേ, പല പല കാലഘട്ടങ്ങളിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, അങ്ങനെ ഒരു സ്പേസ് കൊടുക്കുന്ന ആളാണോ? എല്ലാവരും സ്പേസ് കൊടുക്കണം, പക്ഷെ അതിൽ ഒരു തൃപ്തരാകുകയും കൂടെ വേണമല്ലോ. നമ്മളൊരാൾക്ക് നമ്മളൊരാളുമായിട്ടുള്ള ഒരു റിലേഷനിൽ അവർ തൃപ്തരാകണം. ആ തൃപ്തി കൊടുക്കാൻ ചിലപ്പോൾ പറ്റിയിട്ടുണ്ടാവത്തില്ല. നമ്മൾ എന്ത് സ്പേസ് കൊടുത്തുന്നോ സ്വാതന്ത്ര്യം കൊടുത്തുന്നോ അല്ലെങ്കിൽ വേറെ എന്തെന്ന് പറഞ്ഞാലും അവര് തൃപ്തരായിട്ടുണ്ടാവത്തില്ല. എനിക്ക് ഇനിയും പഠിക്കേണ്ടിയിരിക്കും. നമുക്ക് എല്ലാം ഈ ആയുസിനുള്ളിൽ എന്തെല്ലാം പഠിക്കാം. നമ്മൾ നമ്മളായി തുടരുക എന്നതാണല്ലോ കാര്യം. അതേ പറ്റുള്ളൂ. ഇപ്പൊ നമുക്ക് വേറൊരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ മാറിക്കളയാമെന്ന് തീരുമാനിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ജീവിതത്തിൽ നമ്മുടെ പരാജയം. ഞാൻ ഈ പറഞ്ഞ പോലെ ഈ കരിയറിൽ അത് തന്നെയായിരിക്കും. നമ്മൾ വേറൊരാളുടെ ഒരു ചാൻസ് കിട്ടാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ആയിക്കളയാം, അത് പറ്റില്ല. എനിക്ക് രഞ്ജിത്തായിട്ട് നിന്ന് കിട്ടുന്ന ചാൻസുകൾക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളെ പറ്റുള്ളൂ. പക്ഷെ അതിനാണ് ഒരു മനസ്സമാധാനം നമുക്ക് എപ്പോഴും ഉണ്ടാവുക, നമ്മൾ നമ്മളായി തുടരുക എന്നുള്ളത് തന്നെ. അത് നമ്മുടെ സുഹൃത്തുക്കളോട് വലിയ പ്രൗഡായിട്ട് സംസാരിക്കാം. അപ്പൊ അതാ ഞാൻ അങ്ങനെ തെണ്ടിയിട്ടൊന്നുമല്ല, ഞാൻ എന്റെ വഴി ഞാൻ ശ്രമിച്ചു, എനിക്ക് കിട്ടി, അല്ലാതെ ഞാൻ വഴി വിട്ട് പോയിട്ടല്ല കിട്ടി എന്നൊക്കെ നമുക്ക് സംസാരിക്കാവുന്നേ ഉള്ളൂ. അപ്പോഴും നമ്മുടെ കൈ ചായ കുടിക്കാൻ കാശ് കാണത്തില്ല. അതാ പറഞ്ഞത്, ഈ പാഷനും പ്രൗഡും ഒക്കെ ഒരു സൈഡിൽ റേഷന് നമ്മൾ മാറി കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ അച്ഛൻ ഉണ്ടാക്കി വെക്കണം. ഏറ്റവും ഇഷ്ടത്തോടെ ചെയ്ത അല്ലെങ്കിൽ ഏറ്റവും പോയതിൽ ഇഷ്ടപ്പെട്ട, ഇപ്പൊ ലാലേട്ടനൊക്കെ ജപ്പാനെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ഇഷ്ടപ്പെട്ടൊരു സ്ഥലം അല്ലെങ്കിൽ യാത്ര ചെയ്താൽ? ഞാൻ ഈ പറഞ്ഞ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടുതലും GCCയിലാണ് പോയിട്ടുള്ളത്. പിന്നെ ഞാൻ പോയിട്ടുള്ളത് മലാവി, ആഫ്രിക്കയിൽ മലാവി എന്ന് പറഞ്ഞ രാജ്യമുണ്ട്. പിന്നെ അത് നമ്മുടെ വയനാടിന്റെ ഒരു ജിയോഗ്രഫിയാണ്. ചെമ്മണ്ണ്, പച്ചപ്പ്, വയല് നെല്ലിന് പകരം ചോളമാണെന്നേ ഉള്ളൂ, ബാക്കി എല്ലാം അവിടുത്തെ ആളുകളും ബ്ലാക്കാണ്. ചൂട് 26-27 ഡിഗ്രി സെൽഷ്യസ്. അത് ഏത് കാലഘട്ടത്തിലും എത്ര സമ്മറിലും 26-27 ഉള്ളൂ. അതായത് നോർമൽ ചൂടിൽ താഴെയുള്ളൂ അവിടെ, അത്ര ചൂടില്ല. പക്ഷെ ഞാൻ ഒരാഴ്ച ഉണ്ടായിരുന്നുള്ളൂ, ഒരാഴ്ച കൊണ്ട് ഞാൻ കറുത്തു. അവിടെ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്, ചൂടില്ല പക്ഷെ കറുക്കും പെട്ടെന്ന്. അത് പിന്നെ അവിടുത്തെ ആളുകൾ, അവർക്ക് ഈ കൃഷി അവിടെ നിന്നാണ് ഫലഭൂയിഷ്ടമായ മണ്ണ, എന്തിട്ടാലും വിളയും. ഈ വളവിടണമെന്നോ, ഞാൻ കുറച്ച് വില്ലേജ് ഏരിയയിലൊക്കെ പോയി. ഞാൻ എപ്പോഴും യാത്ര ചെയ്യുമ്പോൾ എനിക്ക് പറ്റുന്ന സഞ്ചാരം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആളുകളുടെ ലൈഫിലൂടെ ഒരു യാത്ര ചെയ്യാനാണ്. അതിനകത്തോടാണ് എനിക്ക് കുറച്ച്
കാര്യങ്ങൾ കിട്ടുന്നത്. നമ്മൾ ദുബായ് പോകുമ്പോൾ ബുർജ് ഖലീഫ കാണും, അതിന്റെ മുകളിൽ നിന്ന് ഫോട്ടോ എടുക്കും. ഒപ്പം തന്നെ നമ്മൾ ഒരു ലേബർ ക്യാമ്പിൽ പോയിട്ട് വർഷങ്ങളായി അവിടെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ഒരാളുമായിട്ട് ഒന്ന് ഇന്ററാക്ട് ചെയ്യാൻ ശ്രമിക്കും. അതിനകത്തും കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് വേറെയാണ്. അപ്പോൾ അതുപോലെ അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് ഞാൻ അവിടെ ചെറിയ കുടിൽ പോലുള്ള അടുത്തൊക്കെ ചോളം കൊണ്ടുണ്ടാക്കുന്ന ഒരു ഭക്ഷണമുണ്ട്. അതും ഈ കോഴിയെ വെറും മുളക് മാത്രം ഇട്ടിട്ട് വേവിച്ചൊക്കെ തരും. വലിയ പാടാ കഴിക്കാൻ, നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കിയേ ഉള്ളൂ. അതൊക്കെ കഴിച്ചു. അങ്ങനെ അതൊരു ഇഷ്ടം. അവരോടൊപ്പം പാട്ട് പാടി അവർ സ്വീകരിക്കുന്ന എല്ലാം നമ്മൾ പാട്ട് പാടിയ സന്തോഷം എല്ലാം ഒരു പാട്ട് പാടിയ ഹലോ 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 അത് വേറെ പാട്ടാണ്. വേറൊരു ഒരു താളമുണ്ട്, എന്ത് വന്നാലും ആ താളം തന്നെയാണ് എല്ലാ പാട്ടിലും. അപ്പൊ അങ്ങനെ സ്വീകരിക്കുക. പിന്നെ ഈ കുറെ കാലം ഈ ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിലോ അല്ലെങ്കിൽ വിദേശ ഭരണത്തിന്റെ കീഴിലോ ആയിരുന്നോണ്ടാണെന്നല്ലേ അവരുടെ വിധേയത്വം വളരെ കൂടുതലാണ്. ഇപ്പൊ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ഒരു 4-5 സ്റ്റെപ്പിന് മുമ്പ് വെച്ച് അവർ മുട്ടുകുത്തും. എന്നിട്ട് മുട്ടിലെഴിഞ്ഞാ പിന്നെ നമ്മുടെ അടുത്തേക്ക് വരുന്നത്. നമ്മൾ ഇച്ചിരി നമ്മുടെ വേഷമൊക്കെ ഇച്ചിരി വലുതായി ഇപ്പോഴും അവർ മുട്ടിലെഴിഞ്ഞാൽ നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് മാംബോ രഞ്ജിത്ത് എന്ന് വിളിക്കും. മാംബോ രഞ്ജിത്ത് എന്ന് വിളിച്ചാൽ ബഹുമാന്യനായ രഞ്ജിത്ത് എന്നുള്ള മീനിങ് ആണ്. അപ്പൊ ഞങ്ങൾ പരസ്പരം അങ്ങോട്ട് മാംബോ രാജേഷ്, മാംബോ രഞ്ജിത്ത് അങ്ങോട്ട് വിളിക്കാറുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കുറച്ച് ജീവിതങ്ങൾ അവർക്ക് സാധുക്കളാണ്. എല്ലാം ലോകത്ത് എന്ത് നടക്കുന്നതെന്ന് അവർക്കറിയില്ല. അപ്പൊ അങ്ങനെ കാണാൻ പറ്റി. വളവളപ്പ് കാണാനായിട്ട് ദുബായ് പോലുള്ള സ്ഥലങ്ങൾ നമുക്ക് ദുബായ്, തായ്ലാൻഡിൽ. ഇപ്പം ഇത്രയൊക്കെ പറയുമ്പോൾ നമ്മൾ ബിഗ് ബോസിലേക്ക് പോകുന്ന പറയുമ്പോൾ തിരിച്ചറിയപ്പെടുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞാൻ തിരിച്ചു വരുമ്പം എന്നെ സംവിധായകരും എല്ലാവരും ഞാനിവിടെ ഉണ്ട് എന്ന് ഓർക്കണം. ചിലപ്പോൾ നമ്മളൊക്കെ പുറത്ത് പോകുമ്പോൾ, ഞാൻ ചേട്ടൻ്റെ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ കണ്ടതാണ്, ആങ്കറിനോട് ചോദിക്കുന്നുണ്ട് ഇതിന് മുന്നേ നിനക്ക് എന്നെ അറിയാമായിരുന്നോ എന്ന് ചോദിക്കുന്നത്. അത് അത്രയും എന്ന് പറയുന്നത് ഭയങ്കര ചിരിച്ചാണ് ചേട്ടൻ ചോദിക്കുന്നത്. അപ്പം അങ്ങനെ എപ്പോഴെങ്കിലും നമ്മൾ പുറത്ത് പോകുമ്പോൾ ഒരു ഇപ്പം കൂടുതൽ സമയം തിരിച്ചറിയപ്പെടാതിരുന്നതിൽ വിഷമം തോന്നിയിട്ടുണ്ടോ? തിരിച്ചറിയപ്പെടാതിൽ വിഷമമില്ല. ചിലപ്പോഴേ ഉദാഹരണത്തിന് ഇപ്പൊ ഒരു വീട്ടിൽ നമ്മൾ ചെല്ലുന്നു, എന്നെ അറിയാം, അവർക്കറിയാം, അല്ലെങ്കിൽ ചിലപ്പോൾ ബന്ധുവായിരിക്കാം, സുഹൃത്തായിരിക്കാം, കാലങ്ങളായിട്ട് അറിയാവുന്നവരായിരിക്കും. രഞ്ജിത്ത് വന്നാലൊന്ന് അപ്പുറത്തൊന്ന് പോയി കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഇവര് വലിയ താല്പര്യത്തോടുകൂടി മുൻഷി രഞ്ജിത്ത് വലിയ ആളാണെന്നുള്ള രീതി അവിടെ കൊണ്ടുവന്ന് ഡോറ് തുറന്ന് കാണിച്ചത് മുൻഷി രഞ്ജിത്ത് ഇങ്ങനെ നോക്കും, പാളി നോക്കിയിട്ട് അവര് പോകും. ഒരു മൈൻഡും ഇല്ലാതെ ശരിക്കും നാണം കെട്ടത് ലജ്ജിച്ചു പോകും നമ്മൾ ആ സമയത്ത്. അവർക്ക് അറിയത്തില്ല മുൻഷി രഞ്ജിത്താരാണ്. ഇദ്ദേഹത്തിന്റെ ഒരു സന്തോഷം കൊണ്ട് അപ്പുറത്ത് വീട്ടിൽ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തിയാണ്. എന്റെ സുഹൃത്താണ്, അല്ലെ എന്റെ ബന്ധുവാണ് മുൻഷി രഞ്ജിത്ത് എന്ന് പറഞ്ഞ് നമ്മളത് ഇല്ലാതാവും. പിന്നെ തിരിച്ചറിയപ്പെടാതിരിക്കുന്നതാണ് എനിക്ക് പൊതുവെ സന്തോഷം. നമുക്ക് ഇഷ്ടമുള്ള വഴികളിലൂടെ സഞ്ചരിക്കാമല്ലോ. ഇപ്പൊ ഞാൻ പിന്നെ നമ്മളിപ്പോ പോകുമ്പോ എല്ലാവരും ഒരു ഫ്ലോ പോലെ നമ്മുടെ കൂടെ ആളുകൾ വരണം, കൂടണം, അങ്ങനെ വിചാരിക്കാൻ അങ്ങനത്തെ ഒരു ചിന്ത സത്യത്തിൽ എനിക്കില്ല. അത് ഒട്ടും എന്താണ് കള്ളം പറയല്ല ഞാൻ. അങ്ങനെ ആദ്യകാലത്തൊക്കെ മുൻഷിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചറിഞ്ഞപ്പോഴേ അതിന്റെ ഒരു സന്തോഷം അനുഭവിക്കും. പക്ഷെ ആ സന്തോഷം അത്ര നല്ലതല്ല. നമുക്ക് ട്രെയിനിൽ കയറി യാത്ര ചെയ്ത് ഞാൻ തിരുവനന്തപുരത്തുള്ളപ്പോ ഇതില് നമ്മുടെ സിറ്റി ബസ്സിൽ ഇപ്പഴും യാത്ര ചെയ്യായിരുന്നു. ഇത് കോവിഡ് വന്നതിന് ശേഷമാണ് സുഖമായത്. മാസ്ക് സംഭവം വന്നപ്പോഴത്തേക്ക് ഓക്കെ വെച്ചിട്ട് പോകാൻ പറ്റും. പക്ഷേ അങ്ങനെ ഇനിയും പോകണം തന്നെ എനിക്ക്. ഇപ്പൊ ഈ ബിഗ് ബോസിന്റെ കാര്യം പറയുകയാണെങ്കിൽ പലരും പറഞ്ഞു കേൾക്കുന്ന ഒരു കഥയാണ് PR. രഞ്ജിതേട്ടൻ PR കൊടുത്തിട്ടാണോ പോകുന്നത്? എനിക്ക് അങ്ങനെ എന്റെ അടുത്ത സുഹൃത്തുക്കളൊക്കെ എന്റെ അടുത്ത് പറഞ്ഞു, നീ ധൈര്യമായിട്ട് പോക്കോ, നമ്മള് നോക്കിക്കോളാം, ഇവിടെ എല്ലാം വേണ്ടെന്ന് ചെയ്തോളാം, ഞങ്ങൾ ഇവിടെ പുറത്തുണ്ടെന്ന് പറഞ്ഞ് ധൈര്യം തന്നിട്ടുണ്ട്. അല്ലാതെ ഒരു PR അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അല്ല, PR കൊടുത്തത് കൊണ്ട് നമുക്കത് അങ്ങനെ ഒരു ഗുണമുള്ളത് പലരും എന്റെ അടുത്ത് പറഞ്ഞിട്ട് അങ്ങനെ ഗുണം ഉണ്ടാവുമായിരിക്കും. കാരണം പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ അല്ലാതെ പിന്നെ ആർക്കെങ്കിലും സഹായിച്ചിട്ട് അത് തന്നെ ഫോട്ടോ എടുത്തിട്ട് ഇടുമല്ലോ, ഞാൻ അയാൾക്ക് 5 രൂപ കൊടുത്തു, അതുപോലെയൊക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്യപ്പെടാൻ അത് ഗുണം ചെയ്യുമായിരിക്കാം. അങ്ങനെ പലരും ചെയ്ത് വന്നിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, അത് എന്റെ ചിന്തയിൽ അതൊരു നല്ല വഴിയല്ല. നമ്മൾ തന്നെ നമ്മൾ ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം. ഞാൻ പറഞ്ഞു ഇനി ബാക്കി കിട്ടുന്ന കിട്ടിക്കോട്ടെ, അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മള് കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് ഇന്നതൊക്കെ ആരെങ്കിലും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണമല്ലോ, അത്രേ ഉള്ളൂ. അല്ലാതെ ഇത് രഞ്ജിത്താണ് നമ്പർ 1, രഞ്ജിത്ത് കഴിഞ്ഞ വേറെ ആരും ഉള്ളൂ എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ അതിനെ തിരിച്ചിറങ്ങുമ്പോ മറ്റേ രഞ്ജിത്ത് ആർമി അങ്ങനെയൊക്കെ ഉണ്ടാവോ? ആർമിയോ നേവിയോ തല്ലിക്കൊല്ലാതെ വീട്ടിൽ വിട്ടാ മതി. എന്തായാലും ഒരുപാട് സന്തോഷം. കുറേ വർഷങ്ങളായിട്ട് അറിയുന്ന ഒരാള് കുറേ കഥകൾ, കുറേ എന്താ പറയുന്നത്, ഞാൻ കണ്ണ് നിറയിപ്പിച്ചു എന്നൊരു വിഷമം മാത്രമേ എനിക്ക് അതിനകത്തുള്ളൂ. അതെ, അതൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ല. എങ്കിലും നമുക്കൊരു കുഞ്ഞു സെഗ്മെന്റ് കൂടെ ഉണ്ട്. ഇനി ഉണ്ടോ എന്നൊക്കെ. സോൾ സ്റ്റോറീസ് എന്നാണ് ഇവർ. കുറച്ച് പിക്ചേഴ്സ് ഞാൻ വെച്ചിട്ടുണ്ട് രഞ്ജിത്തേട്ടന് വേണ്ടി.
ഞാൻ സെലക്ട് ചെയ്ത ഇഷ്ടമാവുമെന്ന് എനിക്കറിയില്ല. അതിൽ അനുബന്ധിച്ചൊരു കഥ, ഒരു സോൾ സ്റ്റോറി എന്നോട് പറയണം. ഇത് എടുക്കണം. ഇതെടുക്കണം. ഇതെല്ലാം എടുക്കണം. എല്ലാം എടുക്കണം. എന്നെ കാണിക്കണം എടുത്തിട്ട്. അങ്ങനെ നോക്കല്ലേ, തിരിച്ചു വെക്കും. തിരിച്ചു വെക്കും. അത് എന്നെ കാണിക്കും. ഇതെന്താണ് ഈ പിക്ചർ? ഞാൻ കയ്യിലിരിക്കുന്നത് ആരാണ്? ഇത് സ്റ്റേറ്റ് അവാർഡ് ആണ്. സ്റ്റേറ്റ് അവാർഡ് എനിക്ക് കിട്ടിയതല്ല, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കും. ഞാന് സെല്ലുലോയിഡ് മൂവിയുടെ പ്രൊഡ്യൂസർ ഉസ്മാൻ എന്നതാണ് അദ്ദേഹത്തിന്റെ പേര്, ഉബൈദിക്ക. അപ്പൊ അദ്ദേഹം മസ്കറ്റിലാണ്. ഞാൻ മസ്കറ്റിൽ ഒരിക്കൽ പോയപ്പോ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇത് ഇരിക്കുന്നതാണ്. അപ്പൊ ഞാൻ ഇതെടുത്ത് വെച്ചിട്ട് ഇതുപോലെ ഞാനും ഒരു ദിവസം എടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിക്കും എന്ന് പറഞ്ഞെടുത്ത്. അതെ, നമ്മുടെ ആഗ്രഹങ്ങളാണല്ലോ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ആഗ്രഹങ്ങൾ വേണം. ആഗ്രഹങ്ങൾ ഇല്ലെങ്കിൽ മനുഷ്യന് നിരാശ ഉണ്ടാവത്തില്ല എന്ന് ശ്രീബുദ്ധൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. ആഗ്രഹം മാത്രമേ നമ്മളെ വളരാൻ അനുവദിക്കുള്ളൂ, വേറെ ഒന്നുമില്ല. അതാണ് ഈ ചിത്രം. എല്ലാ ചിത്രത്തിനും, ഈ കാണുന്ന എല്ലാ ചിത്രത്തിനും കഥ പറയണം. അടുത്ത വിനയൻ സാറിന്റെ വീടിന്റെ മുമ്പ് നിങ്ങൾ വിചാരിക്കും ഞാൻ വിനയൻ സാറിനോട് കഥ പറയുകയാണ്, സിനിമ കഥ പറഞ്ഞു. സാർ നമുക്ക് ഈ സിനിമ ഇങ്ങനെ എടുക്കാന്ന് പറയുമായിരിക്കും എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. എന്താണ് പറയുന്നത്? ഞാനെന്തോ സംസാരിച്ചോണ്ടിരുന്നപ്പോ 19ാം നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് സാറിന്റെ വീട്ടിൽ പോയിട്ട് ഒരു സന്തോഷം പങ്കുവയ്ക്കാനായിട്ട് ഇങ്ങനെ പോയപ്പോഴത്തേനും ഞങ്ങളിങ്ങനെ സംസാരിച്ചോണ്ടിരുന്നപ്പോഴത്തെ എന്റെ മോൾ എടുത്ത ഫോട്ടോ. സാറിലെ സംവിധായകൻ എങ്ങനെയാണ്? നല്ല കൂളായിട്ടുള്ള ഒരു സംവിധായകനാണ്. നമ്മള് കംഫർട്ട്, നല്ല ഒരു ഡയറക്ടറാണ് അദ്ദേഹം. ആരോടും ദേഷ്യപ്പെടുന്ന കണ്ടിട്ടില്ല ഈ അഭിനയിക്കുന്ന സമയത്ത്. വേറെ എനിക്കറിയില്ല. വളരെ കൂളായിട്ടുള്ള, മാത്രമല്ല നല്ല ധാരണയുള്ള സംവിധായകൻ. അത് എങ്ങനെ വരണമെന്നുള്ളത്. പിന്നെ അത് നമ്മൾ കാണുമ്പോൾ അദ്ദേഹം എല്ലാ സന്നാഹങ്ങളും കൂടെ എത്തപ്പെട്ട ഒരവസ്ഥയിൽ എത്തിയ ഒരു ഡയറക്ടറാണ്. അദ്ദേഹത്തിന് ക്രൂ എല്ലാം അദ്ദേഹത്തിന് ഒരു രാജാവിനെ പോലെ കാണുന്ന, അല്ലെങ്കിൽ അങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന ഒരവസ്ഥയിലാണ് ഞാൻ കാണുന്നത്. അപ്പൊ എല്ലാ സംവിധാനങ്ങളും പുള്ളിക്കുണ്ട്. അദ്ദേഹം ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നടക്കുന്ന ഒരു സംവിധാനം. അപ്പം വളരെ എനിക്ക് തോന്നുന്നു നല്ല ഒരു സംവിധായകനും നല്ല കാഴ്ചപ്പാടുള്ള സംവിധാനം. ഇത് ബി.ആർ. ഷെട്ടി, ഡോക്ടർ ബി.ആർ. ഷെട്ടി. അദ്ദേഹം UAE അബുദാബി NMC ഹോസ്പിറ്റൽസ് രണ്ട് ശൃംഖലകളുണ്ട്. അപ്പോൾ അതിന്റെ ആ കാലഘട്ടത്തിൽ അവിടെ പോയപ്പോഴത്തേക്ക് ഞാൻ എടുത്താണ്. മാത്രമല്ല ഞാൻ ചെയ്തൊരു പ്രോഗ്രാമിന്റെ 60ാം ദിനാഘോഷം ദുബായിൽ വെച്ച് നടത്തി. അപ്പൊ അന്ന് ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നതും ഇദ്ദേഹമാണ്. അന്ന് എടുത്ത ഫോട്ടോ ആണിത്, അന്നത്തെ ദിവസത്തെ ഫോട്ടോ ആണ്. എൻ്റെ അടുത്ത് കുറേ നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു. നിർഭാഗ്യവശാൽ അദ്ദേഹം ഇപ്പോൾ ഒരു വലിയ ട്രാജഡിപ്പെട്ട് ഒന്നും അല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം ഇപ്പൊ അബുദാബിയിലുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ദുബായി പോയപ്പോഴത്തേക്ക് ഞാൻ അന്വേഷിച്ചു. അപ്പൊ അബുദാബിയിൽ ഉണ്ടെന്ന് അറിഞ്ഞു, പക്ഷെ കാണാൻ കഴിഞ്ഞില്ല. അത് ബി.ആർ. ഷെട്ടി എന്നൊക്കെ പറഞ്ഞ ഇന്ത്യയുടെ അഭിമാനമായിരുന്നു. കാരണം പ്രവാസ ലോകത്ത് നിന്നിട്ട് ഒരു സാമ്രാജ്യം തന്നെ. ഇപ്പൊ നമ്മുടെ മലയാളി ഡോക്ടർ ആസാദ് മൂപ്പൻ, പിന്നെ ലുലു, അദ്ദേഹമൊക്കെ അവരൊക്കെ ഈ പ്രവാസ ലോകത്ത് നിന്നിട്ട് ഒരു സാമ്രാജ്യം സൃഷ്ടിച്ചവരാണ്. ആസാദ് മൂപ്പൻ സാറിന്റെ അറിയാവുന്നേ, ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ അദ്ദേഹം ഡോക്ടറാണ്, MBBS. അപ്പൊ മൂപ്പൻ ഫാമിലി എന്ന് പറഞ്ഞാൽ വലിയ ഫാമിലിയാണ് ഇവിടെ അദ്ദേഹം. അപ്പൊ പുള്ളി എനിക്കൊരു നല്ല കാറ് വാങ്ങിക്കണം, അതിന് ഒരു സുഹൃത്തിന്റെ അടുത്ത് ഒരു വിസിറ്റ് വിസ എടുത്ത് വന്നതാണ്. ആദ്യം ഒരു കാറ് വാങ്ങിക്കും, ഒരു വലിയ കാറ് വാങ്ങിക്കും. അപ്പൊ അന്നത്തെ നിലയിൽ ഒരു വലിയ കാറായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പൊ വേറെ കാറൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ ഒരു 2 മാസത്തേക്ക് പറ്റ നിൽക്കാൻ ഒരു വിസിറ്റ് വിസ എടുത്ത് വന്ന ആളാണ് ഇന്ന് വലിയൊരു സാമ്രാജ്യം തന്നെ ഉണ്ടാക്കിയത്. ഇപ്പൊ അവര് കേരളത്തിലും ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയത്. അങ്ങനെ പോകും. ഇതാരാണ് ഈ സുന്ദരക്കുട്ടപ്പൻ? സുന്ദരനായ രഞ്ജിത്ത്. അന്ന് മുൻഷിയില്ല. ഇത് ഞാൻ കോളേജിൽ പഠിച്ച്. എത്ര വയസ്സായി? 20, 19 കാണുള്ളൂ. സമയത്ത് ഒരു കാര്യത്തിന് വേണ്ടി പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അന്ന് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഈ ആപ്ലിക്കേഷൻസ് അയക്കാനൊക്കെ ഉള്ള കാര്യം അന്ന് എന്തോ എടുത്താണ്. ഭയങ്കര സുന്ദരനായിട്ടുണ്ട്. നോക്കപ്പോഴും നല്ല സുന്ദരനായിട്ടിരിക്കും. കൊള്ളാം. നീ എവിടെയായിരുന്നു? സ്വന്തമായിട്ട് ഫോട്ടോ കണ്ട് അഭിമാനം കൊള്ളുകയാണ്. ഫോട്ടോയും കണ്ണാടിയൊക്കെ നോക്കിയിരിക്കാൻ എനിക്ക് ഈ ഫോട്ടോ എല്ലാം കാണിക്കുമ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, എല്ലാത്തിലും താങ്കൾക്ക് വേറെ വേറെ മുഖവും വേറെ വേറെ. അതെങ്ങനെയാണ്? എപ്പോഴും കണ്ടാലും ഒരേപോലെ കണ്ടു കഴിഞ്ഞാൽ ബോറടിക്കില്ലേ എന്നുള്ളത്. സ്വന്തമായിട്ട് തന്നെ ഭയങ്കരമായിട്ട് ലുക്ക് ചേഞ്ച് ശ്രദ്ധിക്കുന്ന ആളാണ് അല്ലേ? ഇപ്പൊ ഇത് കണ്ടാ പറയോ, കാണിച്ച ആ ഫോട്ടോ ഒന്നുകൂടെ നന്നായിട്ട് കാണിച്ചേനെ. ഷൂ, ഭയങ്കര വ്യത്യാസം. ഇത് എന്റെ മുഖത്ത് കാണിക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ അത്യാവശ്യം കാണിക്കും. ഇപ്പൊ പിന്നെ കുറച്ച് നരയൊക്കെ വീണതുകൊണ്ട് വലിയ പാടാ. താടിയൊക്കെ വളരുമ്പോഴത്തേക്ക്. പക്ഷെ അത് രസമുണ്ട്. ഇത് എപ്പോ എടുത്ത ഫോട്ടോ? എന്തെങ്കിലും ഇതും എയർപോർട്ടാണ്. ഇത് എവിടെയോ ഒരു ട്രാവലിങ്ങിനിടയിൽ
ബ്ലേസറൊക്കെ ഉപയോഗിക്കുന്നത് ട്രാവൽ ചെയ്യുന്ന സമയത്തല്ലേ ഉള്ളൂ. അപ്പൊ അത് ഏതോ ഒരു എയർപോർട്ടിൽ ഇരുന്ന ഫോട്ടോയാണ്. അത് ഭയങ്കര രസമുണ്ട്. വേറൊരാളെ പോലെ തന്നെയുണ്ട്. ഈ ലുക്ക് ചേഞ്ച് ഒക്കെ സ്വയം കൊണ്ടുവരുന്നതാണ്. ഞാൻ ഈ അഭിനയിക്കാൻ പോലും കഴിഞ്ഞ പ്രാവശ്യം കണ്ട അതേ രൂപത്തിലായിരിക്കും. ഒരെണ്ണത്തിനകത്ത് മീശ ഉണ്ടെങ്കിൽ അത് മീശയില്ല, അതിനകത്ത് മുടി സൈഡിലോട്ടാണെങ്കിൽ മുടി ബാക്കിലോട്ട് ചെയ്യും. ബോധപൂർവ്വം മറ്റേ നമ്മുടെ സിദ്ദിഖിക്കൊക്കെ പോലെ കഥാപാത്രത്തിന് രണ്ട് കഥാപാത്രങ്ങളുടെ ഒരു ഫോട്ടോ 2 ഫോട്ടോ എടുത്തു വെച്ച് കഴിഞ്ഞാൽ രണ്ടും തന്നെ ആയിരിക്കും. അപ്പൊ അങ്ങനെ തന്നെ ഞാൻ ശ്രദ്ധിക്കും. അഭിനയത്തിൽ വലിയ മാറ്റമൊന്നുമില്ല, പിന്നെ രൂപത്തിലെങ്കിലും മാറ്റം. ഇത് പിന്നെ ഞങ്ങളുടെ മുൻഷി. അതെ 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 25 വർഷങ്ങൾ 10-ാം തീയതി അല്ലേ? ഇതിപ്പോ അത് ആദ്യകാലത്ത് വന്ന ഇതെനിക്കൊന്ന് വനിതയില് മറ്റോ അടിച്ചു വന്ന ഒരു ഫോട്ടോ ആണ് തോന്നുന്നു. ആദ്യകാലത്ത് ഞങ്ങള് മുൻഷി ക്ലിക്കായി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാ മാഗസീനുകളും വന്നിട്ട് മിക്കവാറും ദിവസങ്ങളിൽ ഇന്റർവ്യൂ ഫോട്ടോ എടുക്കുവാണ്. അപ്പൊ അതിൽ വനിതയിലോ മറ്റോ അടിച്ചു വന്ന ഒരു വനിതയിൽ അന്ന് ഫോട്ടോ എടുക്കാൻ വന്ന ഇപ്പോഴത്തെ പ്രമുഖനായ മാർട്ടിൻ പ്ലക്കാട്ടാണ്. അന്നയാള് വനിതയിലെ ഫോട്ടോഗ്രാഫർ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ആഫ്രിക്കയിലെ മലയാളിയില് അവിടുത്തെ ഒരു ഗ്രാമമുഖ്യയാണ്. അവരുടെ പിന്നെ തൊപ്പിയാണിത്. ഇത് പിന്നെ അവരുടെ അതായത് അവകാശത്തിന്റെ അടയാളം കിരീടം പോലെ ആ സാധനമാണ്. അത് ആ സ്ഥാനത്ത് അവര് വെക്കുന്നത്. അത് ഞാൻ എടുത്ത് വെച്ചിട്ട് അവരുടെ ചിരി വല്ലാത്ത ചിരി. അതുപോലെ ഞാനൊന്നും എത്ര വയസ്സുണ്ടാവും ഈ അമ്മയ്ക്കോ അത് എനിക്കറിയില്ല, അത് കൃത്യമായിട്ട്. എന്നാലും അവിടുത്തെ ഒരു സീനിയർ ഗ്രാമമുഖ്യ എന്ന് പറയും. അവരുടെ ഭാഷയിൽ എന്താ പറയുന്നത് എനിക്കറിയില്ല. അവരോടൊക്കെ ഡാൻസ് കളിക്കുന്നൊക്കെ കുറച്ച് ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞോ? ഇതെല്ലാം കഴിഞ്ഞു. പിന്നെ പഴയ നമ്മുടെ സ്റ്റേറ്റ് അവാർഡിലേക്ക് എത്തി. എന്തായാലും ആ സ്റ്റേറ്റ് അവാർഡ് എന്തെങ്കിലും കയ്യിലുണ്ടാവട്ടെ എന്ന് അവാർഡ് മാത്രമല്ല അതിനപ്പുറത്തേക്കാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കിട്ടുവാണെന്നല്ലേ പറയുക. അപ്പോൾ ഒരുപാട് സന്തോഷം രഞ്ജിത്തേട്ടാ. കാരണം നമ്മൾ ഒരുപാട് വർഷങ്ങൾ ഒരുമിച്ച് ഒരേ ചാനലുകളിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഞാൻ അതിനോട് പറയാം, ഞാനും സ്കൂളിൽ പഠിക്കുമ്പോൾ മുൻഷി കണ്ടിട്ടുണ്ട്. എനിക്ക് നമ്മൾ 2-3 വർഷത്തിൽ പ്ലാൻ ചെയ്തൊരു ഇന്റർവ്യൂ ആണ്. പക്ഷെ ഞാൻ ഇരിക്കുമ്പോൾ രഞ്ജിത്തേട്ടൻ ഇന്റർവ്യൂ എടുപ്പിച്ചിട്ടുണ്ട് ആങ്കേഴ്സിനെ കൊണ്ട്. പിന്നെ ഇതുപോലെ ഞങ്ങൾ വിളിക്കും, ഇടയ്ക്ക് കൺസെപ്റ്റ്സ് ഒക്കെ പറയും. എന്തായാലും ഒരുപാട് സന്തോഷം. ജീവിതത്തിൽ ആഗ്രഹിച്ച വലിയൊരു കാര്യത്തിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കാൻ പറ്റിയത്. എന്തായാലും ബിഗ് ബോസിലേക്ക് പോകുന്നുണ്ട്. ഒരു ചോദ്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ, ഒറ്റ ചോദ്യം കൂടി. ഇതുവരെ ഇത്രയും സീസണുകൾ ഇത്രയും വാച്ച് ചെയ്ത ഒരാളെന്ന നിലയ്ക്ക് ടൈറ്റിൽ വിന്നർ ആവാൻ യോഗ്യതയില്ലാത്ത ഒരാള് വിന്നറായി തോന്നിയത് ആരെയായിരിക്കും? കമ്പാരിറ്റീവ്ലി നമുക്ക് പറയാം. പറഞ്ഞാൽ ഇപ്പോ അഖിൽമാരാറില്ലായിരുന്നുവെങ്കിൽ, പിന്നെ സാബുമോൻ ഇല്ലായിരുന്നുവെങ്കിൽ, ദിൽഷ ഇല്ലായിരുന്നുവെങ്കിൽ, ഈ ജിൻഡോ കഴിഞ്ഞ പ്രാവശ്യത്തെ പിന്നെ വിന്നർ ജിൻഡോ ഒരു പക്ഷേ അയാളായിരുന്നു തന്നെ സൂപ്പർ. പക്ഷെ മറ്റുള്ളവരൊക്കെ ഉള്ളത് കൊണ്ട് അവരുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് അവരുടെ ഒപ്പം നിൽക്കാൻ യോഗ്യതയുണ്ടോ എന്ന് സംശയം തോന്നിയിട്ടുണ്ട്. ആ ഒരു പേരാണ് ചേട്ടൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷം. നമ്മൾ സംസാരിച്ച പോലെ തന്നെ ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ അടുത്തൊരു ചുവടുവെപ്പാണ് ചേട്ടൻ. തിരിച്ചു വരുമ്പോൾ എല്ലാവരും ആഗ്രഹിച്ച പോലെ തന്നെ എല്ലാവരും ഒന്നുകൂടെ തിരിച്ചറിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവിധ പിന്തുണയും ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. വെൽക്കം.